കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ TV മമ്മൂട്ടി, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ലീന ജയസൂര്യ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ VK ജോസഫ്. എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് മക്കളെ കാണണമെന്നുണ്ടോ? എൻ്റെ മക്കളെ കാണണമെന്നുണ്ട്. എൻ്റെ മക്കള് ഇപ്പോഴും ഇത്രയും ദിവസം പിണങ്ങി നിന്നിട്ട് എൻ്റെ മോൻ വന്ന് എന്നെ കാണുകയും എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്കും. അദ്ദേഹം വന്ന് കണ്ടില്ല. എന്റെ മോന് 12 വയസ്സായ മോൻ അദ്ദേഹം നിന്ന സ്ഥലത്ത് പോയി എന്റെ മോൻ കണ്ട്. അവരെ പോയി ഇദ്ദേഹം വന്ന് കണ്ടിട്ടില്ല. അവര് 20 വയസ്സായ മക്കളെ കാണാൻ വരാറില്ല. അല്ല ബിന്ദു, മക്കളെ കാണാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് നിങ്ങൾക്ക് സമ്മതമാണോ? ഇവിടെ വെച്ച് എഴുതി പിരിഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ അതല്ലേ പ്രശ്നം. വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായിട്ട് ബന്ധം തുടർന്നതുപോലെ വീണ്ടും അങ്ങനെ ആവും. അതുകൊണ്ട് എന്റെ മക്കളെ എന്റെ വീട്ടിൽ വെച്ച് കാണണ്ട, ഇദ്ദേഹത്തിന് എവിടെ വെച്ചോണോ കാണാം. ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, എന്റെ വീട്ടിൽ വരാനും പാടില്ല. വീണ്ടും ഇതുപോലെ വരും പോവും, അങ്ങനെ ഒരു ബന്ധം വേണ്ട. അദ്ദേഹത്തിന് എവിടെയാണ് താമസിക്കാനും എവിടെയാണ് സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹം അവിടെ ജീവിച്ചോട്ടെ. ഞാനാണ് ഇപ്പൊ ഞാൻ അഴിക്ക ഇത്രയും നാൾ നോക്കി ഞാൻ വേറെ ഇതായി ഓട്ടെ സമ്മതിച്ചു നോക്കില്ല, അതേ ഉള്ളോണ്ട് നോക്കി. എനിക്ക് ഇദ്ദേഹത്തിനോട് സംസാരിക്കാൻ ഒരാഗ്രഹവും ഇല്ല. എനിക്ക് ഒരു ഇതിന് വേണ്ടി മാത്രം ഞാൻ ഇവിടെ കൊടുത്തിട്ട് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ വയ്യാത്തതുകൊണ്ട്. അല്ല, ഇനിയിപ്പോ പ്രകാശ് തീരുമാനിക്കട്ടെ അവരുടെ സ്ഥിതിയിൽ എന്ത്. പ്രകാശ്, പണത്തിന് മാത്രം എന്ന് പറയുമ്പോ ഒരു സ്ത്രീനും അതൊരു മടുപ്പല്ലേ? നിങ്ങൾ ചെയ്തതും എന്താ പറയാ, ഒരു ഇതും ഇല്ലാതെ നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് ഇതാവുന്ന സമയത്ത് എന്തോ ആയിക്കോട്ടെ, ഏതായാലും ഒരു ഉറച്ച തീരുമാനത്തിലാണ് ബിന്ദു നിൽക്കുന്നത്. 2 കാര്യമാണ് ആ കുട്ടി പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ ആദ്യത്തെ ഭാര്യ, ഇല്ലെങ്കിൽ ഞാൻ. ചിലവര് 2 പേർക്കും കൊടുക്കുന്നതിൽ എനിക്ക് വിരോധമില്ല, പക്ഷെ ആരെങ്കിലും ഒരാളും തീരുമാനിക്കണം. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഇനി എനിക്ക് അയാളുമായിട്ട് തുടർന്ന് പോകാൻ ഇഷ്ടമല്ല. ബിക്കോസ് ഇത് ഒരുപാട് 2-3 വർഷമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം എനിക്ക് അയാളെ സ്നേഹിക്കാൻ കഴിയില്ല. നിങ്ങൾക്കും ആദ്യത്തെ ഭാര്യയാണ് ഇഷ്ടം, അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം. ഏതായാലും ഇത് വിവാഹം എന്ന് പറയുന്നത് ആ ഭാര്യയുടെ കൂടെയാണ്. മക്കൾക്ക് കൊടുക്കാൻ, ചെലവിന് കൊടുക്കാൻ ഇയാൾ ബാധ്യസ്ഥനാണ്. ഈ കുട്ടിക്ക് ഹസ്ബൻഡിനെ വേണ്ടാന്നല്ല പറയണത്, ആ ഭാര്യ ഇല്ലാതെ അങ്ങനെ ഒരു ബന്ധം നിലനിൽക്കാതെ ഈ കുട്ടിയോട് മാത്രം ജീവിക്കുവാണെങ്കിൽ ഈ കുട്ടിക്ക് നിങ്ങളെ വേണമെന്നാണ് പറയുന്നത്. നടക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ഭർത്താവിനും വേണ്ട. എങ്ങോട്ടെങ്കിലും പോയാൽ പിന്നെ ഉടനെ സംശയം കൊണ്ട് എനിക്ക് എന്റെ ബന്ധുക്കാരെ വീട്ടിൽ പോകാൻ പറ്റൂല, ഒരു എന്ത് കാര്യം വന്നാലും പോകാൻ പറ്റൂല, എന്റെ ഭാര്യയുടെ വീട്ടിലാണ് പോയെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് അതിൽ ഒന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് പറ്റൂല. ആയിക്കോട്ടെ. ഇപ്പോ മുതിർന്ന 2 ആൾക്കാരാണ്, ചെറിയ കുട്ടികളൊന്നല്ല. നമ്മൾ അവരെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമേ ഇല്ല. ഏതായാലും നിയമപരമായിട്ടും അയാളുടെ ആദ്യത്തെ ഭാര്യ കൂടെയാണ് ജീവിക്കേണ്ടത്. പിന്നെ നിയമപരമായിട്ട് ബന്ധം വേർപിരിയേണ്ട ഒരു സാഹചര്യവും ഇതിലില്ല, വരുന്നില്ല. ഇപ്പൊ കുട്ടികളുടെ ചെലവിന്റെ കാര്യം, അതിനു മുമ്പായിട്ട് ഈ കുട്ടിയുടെ അമ്മ വന്നിട്ടുണ്ട്. നമുക്ക് ഈ കുട്ടിയുടെ അമ്മയെ ഒന്ന് വിളിക്കാം. സുമതി, വരൂ. സുമതി വല്ല ജോലിക്കും പോകുന്നുണ്ടോ? ഇപ്പൊ ഒന്നിനും പോകുന്നില്ല. ഇപ്പൊ പോകുന്നില്ല. തൊഴിലുറപ്പിനൊക്കെ പോകുമായിരുന്നു. തൊഴിലുറപ്പിനൊക്കെ പോകുമായിരുന്നു. തൊഴിലുറപ്പിന് പോവാണ്. ഇപ്പൊ ഇല്ല. ഈ കൊല്ലത്തെ കഴിഞ്ഞോ? 100 ദിവസം? ഇല്ല, 100 ആയില്ല.
100 ദിവസമല്ലേ? 100 എനിക്ക് ആയില്ല. ആയിട്ടില്ല, പിന്നെയും വിളിക്കും. അല്ല, നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ ഉപേക്ഷിച്ചു പോയതാണോ? അതെ. എത്ര വയസ്സായിരുന്നു ഈ കുട്ടിക്ക്? ഇതല്ലേ മൂത്ത മകള്? ഇതാണ് മൂത്ത മകൾ. അപ്പൊ ഇതിപ്പോ എത്ര വയസ്സുണ്ടായിരുന്നു അയാൾ പോകുന്ന സമയത്ത്? പോകുന്ന സമയത്ത് ഒരു 14 വയസ്സുണ്ട്. അത്രയും ശരിക്കും ഓർമ്മയില്ല. 7ാം ക്ലാസ്സോട് കൂടി പഠിപ്പ് നിർത്തിയെന്ന് പറഞ്ഞു. അത് ഈ ഭർത്താവ് ഉപേക്ഷിച്ച് പോയത് കൊണ്ടാണോ? അതിനുശേഷം പിന്നെ കറക്കാനൊക്കെ കൊണ്ടുപോകും, കയറിടാൻ പോകുമായിരുന്നു. അങ്ങനെ കൊണ്ടുപോയപ്പം പഠിപ്പിക്കാനൊന്നും പറ്റിയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, പഠിപ്പിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. ഏതായാലും അനിയത്തി പക്ഷെ 10ാം ക്ലാസ് വരെ പഠിച്ചു. അത് 10ാം ക്ലാസ് വരെ പോയി. നല്ല നിലയ്ക്ക് പറഞ്ഞയച്ചു. ഇയാളുടെയും കൂടെ നല്ല അധ്വാനം ഉണ്ടായിരുന്നു, സുഖമായിട്ട് പറഞ്ഞയച്ചു. നിങ്ങൾക്കറിയുമായിരുന്നു ഇയാൾക്ക് ആദ്യം ഒരു ഭാര്യ ഉണ്ടെന്നുള്ളത്? അറിയില്ലായിരുന്നു. അറിയാമായിരുന്നെങ്കിൽ പറഞ്ഞു വിടൂലായിരുന്നല്ലോ മാഡം. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവവും നല്ലതാണ്, എല്ലാം നല്ലതായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നല്ലതായതുകൊണ്ട് നമ്മളെയും വേറെ നിവർത്തിയൊന്നുമില്ല. നിങ്ങൾ ഇടക്കിടക്ക് പറയുമായിരുന്നു ഇത്ര എന്തെങ്കിലും വഴക്കുണ്ടാക്കിയാൽ നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഇടപെടുന്നു. അങ്ങനെ ഒന്നും ഇടപെടൂല. അയാളെന്താ അടിച്ചു കളയാന്ന്? ഇടപെട്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് അവർ ഇടപെട്ടിട്ടുണ്ട്. ഇല്ല, ഞാൻ അങ്ങനെ കൂടുതലായിട്ട് വീട്ടിൽ കാണും. ഞാൻ വീട്ടു ജോലിക്കുമൊക്കെ പോകും, പ്രസവ കേസിനൊക്കെ പോകും. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല മാഡം. എൻ്റെ പൊന്നു മക്കളെ ജീവിതമൊന്നും അങ്ങനെ അടിച്ചു കളയാനോ അങ്ങനെ ഒന്നും പറയും. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു, മക്കളെ വന്നതും പോയിരിക്കട്ടെ, എനിക്ക് ക്ഷമയുണ്ടെങ്കിൽ ജീവിച്ച് പോകുന്നു മാത്രമേ ഈ 2 പെൺമക്കളുടെയും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ അവർക്കൊരു ബാധ്യത ജീവിതം പ്രശ്നമാണോ? അല്ലല്ലോ. അല്ല, ജീവിക്കുന്നില്ല, അതിനും പ്രശ്നമായിട്ട് ഇടയ്ക്ക് പിണങ്ങി വന്ന് താമസിച്ചിരുന്നല്ലോ. പിന്നീട് നമ്മളെ വീട്ടിൽ താമസിച്ചില്ല, അവര് വാടകയ്ക്ക് താമസിച്ചു. നിങ്ങൾ അടിച്ച അങ്ങനെയാണെങ്കിൽ നീ അടിച്ചു കളഞ്ഞേക്കെ അയാളെ എന്ന് പറയും. ഇത്രേ അങ്ങനെയൊന്നും പറയില്ല മാഡം. ഞാൻ അങ്ങനെയൊന്നും പറയുന്നൊരമ്മയല്ല. എൻ്റെ ഉള്ളതും അവരൊക്കെ ഞാൻ പോത്ത് കൊടുക്കുന്നുണ്ട് 2 കുട്ടിയേക്കും. ഞാൻ എവിടെയെങ്കിലും പോയി പ്രസവ കേസിനും അങ്ങനെ അമ്മയൊക്കെ നോക്കാനും അച്ഛനെ നോക്കാനും ഒക്കെ ആശുപത്രി കേസിനൊക്കെ പോവും. അപ്പോൾ അത് കിട്ടുന്നതൊന്നും ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നില്ല. 2 പേർക്കും തന്നെ പോത്ത് കൊടുക്കും. എനിക്ക് വേണ്ട ഒരു ദോഷവും ചെയ്തിട്ടില്ല. ഞാനായിട്ട് ഒരു ശല്യം അവർക്ക് ഉണ്ടാക്കി വെച്ചിട്ടില്ല മാഡം. ഇതൊക്കെ ചുമ്മയാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു അമ്മയല്ല. എൻ്റെ മക്കളെയും അന്യ കുട്ടികളെയൊക്കെ സ്നേഹി നിൽക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. അവരെ ഒന്നും ഞാൻ പറയും. പരിസരത്ത് എവിടെ എന്നെ പറ്റി എവിടെ വേണമെങ്കിലും തിരക്കി നോക്കണം. പരിസരത്ത് അന്വേഷിച്ച് നോക്കണം ഇവരെന്താണ് ഇവരുടെ സ്വഭാവം എങ്ങനെയാണ്. പരിസരത്ത് അന്വേഷിച്ചാൽ പറഞ്ഞു തരും എന്നെ പറ്റി. ഞാൻ നിൽക്കുന്ന വീട്ടിൽ നമ്പരല്ല എൻ്റെ ഡയറിയിൽ. ഇപ്പൊ മൂത്ത ഭാര്യയും മക്കളെയും കൂടെ പോവാൻ ഇപ്പൊ അമ്മ പറഞ്ഞാണോ പോയത്? അമ്മയാണ് കാരണക്കാരി എന്ന് പറയണ മാഡം. അമ്മ പറഞ്ഞ മൂത്ത ഭാര്യയും മക്കളെയും കാണാൻ പോവാൻ, അവരുമായിട്ട് സഹകരിച്ച് ആ വീട്ടിൽ ജീവിക്കാൻ പറഞ്ഞ അമ്മ. അമ്മയെ കുറ്റം പറഞ്ഞ എന്താണ് കാരണം? അമ്മ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ അതിനെ വളം വെച്ച് വലുതാക്കി എന്നാ അതിനെ അടിച്ചു കള എന്ന് പറയുന്നത് നിങ്ങളുടെ അമ്മയാണെന്നല്ലേ ഇപ്പൊ പറഞ്ഞു. നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയല്ലേ ആണ് പറഞ്ഞത്. എന്തെല്ലാം കാര്യങ്ങൾ കാണും. ഈ സ്ഥാപന സത്യമായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അടിച്ചു കളയാൻ പറഞ്ഞിട്ട്. ഇപ്പോഴും ഞാൻ പറഞ്ഞു കൊടുത്തു, മോളെ നീ ധർണം ചെയ്ത് പോണം മോളെ, നിന്റെ ജീവിതമാണ് എന്നും അമ്മ കാണൂല നിങ്ങളെ കാത്തിട്ടുകൊണ്ടിരിക്കാൻ. ഇയാൾ ഇത് പോകുമ്പം എൻ്റെ കുട്ടികളെ എനിക്ക് കാത്തിട്ടുകൊണ്ട് കിടക്കണ്ടേ? ഞാനും കൂടെ വിട്ടെറിഞ്ഞിട്ട് പോകുമ്പം ആ കുട്ടി വിചാരിക്കും എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, ഭർത്താവില്ല, ഞാൻ എന്തെങ്കിലും ചെയ്ത് കളയാന്ന് പറഞ്ഞ് ചെയ്താൽ എനിക്ക് മക്കളുണ്ടോ? ഞാൻ എവിടെയെങ്കിലും വീണ് കിടന്നാൽ എന്നെ നോക്കണ്ടേ? ഏതായാലും ഇപ്പോൾ അമ്മയെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മകളും ഒരു കാര്യം പറഞ്ഞു. ആ ഭാര്യയായിട്ട് സഹകരിക്കാതെ ഇവരുടെ മാത്രം ഭർത്താവായിട്ട് ജീവിക്കാനാണെങ്കിൽ ഇവര് സമ്മതിക്കാൻ തയ്യാറാണ്. പങ്കുവെച്ചിട്ടുള്ള ജീവിതം പറ്റില്ല. മക്കളെ കാണുന്നതിനോ ചെലവ് കൊടുക്കുന്നതിനൊന്നും ഈ കുട്ടിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പക്ഷേ ഭാര്യ ഒന്നേ പറ്റുള്ളൂ, ഒന്നില്ലെങ്കിൽ അവരെ ഇല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞു. ഇയാൾക്ക് ആദ്യത്തെ ഭാര്യ മതി. ഇത്ര ഇവർ 2 പേരും കൂടെ ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. 15 ദിവസം ഇവിടെയും 15 ദിവസം അവിടെ നിന്നോളാം, ഇവിടെ ഉൾപ്പെടെ. അഞ്ചൽ പുനലൂര് ഏരൂർ എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചത്. ഇത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. 15 പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ അത് പറഞ്ഞു എന്ന് അറിയില്ല. കാരണം അത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്. എന്നോട് ചോദിച്ചു എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അതല്ല, അവര് കൊടുത്തത് അവരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? നിങ്ങൾ അവരെ ഉപേക്ഷിച്ചപ്പോ അങ്ങോട്ട് പോകുന്നതുകൊണ്ടല്ല, ഇറങ്ങിപ്പോ നിനക്ക് ഇവിടെ ഒരു കാര്യമല്ല. ഇത് ഞാൻ ഉണ്ടാക്കിയ വീടും പെരേടമാണ്. നിനക്ക് എന്തൊരു കാര്യം? ഇവിടെ ഉണ്ടാക്കിയിട്ടാണ് എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. നിനക്ക് ഇവിടെ ഒരു കാര്യമില്ല, ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. പ്രകാശ് ഒന്ന് ആലോചിച്ച് നോക്കേ. പ്രകാശ് ആദ്യം ഒരു കല്യാണം കഴിച്ച് അതിൽ കുട്ടികളുണ്ടായി. അത് കഴിഞ്ഞ് 2ാമതൊരു കല്യാണം കഴിച്ചത് തന്നെ തെറ്റല്ലേ?
അതിലും കുട്ടികളില്ല. തന്നെ സാറേ, അവര് പറയുന്നതിൽ നമ്മൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കാം. ഞാൻ അവരെ കൊണ്ട് പങ്കുവെച്ചുള്ള ജീവിതം വേണ്ടെന്നും അല്ല ജീവിച്ചു പോയത്. ഒരു രീതിയിലും ആരെ കൊണ്ടും ഒന്നും പറയിപ്പിക്കാതെ അന്തസ്സായിട്ട് തന്നെ ജീവിച്ചു പോയത്. ആദ്യത്തെ കല്യാണത്തിന് അല്ല പ്രകാശ് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു, ഞാനൊരാണല്ലേ, എന്തേ ഞാനൊരു പെണ്ണല്ലേന്ന് അവർക്കും പറഞ്ഞൂടെ? പറയാം, പക്ഷേ അപ്പൊ അത് ആ വർത്തമാനം പല ആണുങ്ങളെ ഓടി ഇരുന്ന് പറയാം, ഞാനൊരാണല്ലേ, എന്താ ഞങ്ങൾക്കാർക്ക് രോഷം വരാൻ പാടില്ല. പറയത്തക്ക രീതിയിലേ പറയാം. എന്തോ ആവാന്നാണോ? ഭർത്താവിന്റെ മുഖത്ത് പറയേണ്ട രീതിയിലേ പറയാം. പിന്നെ ഒരു അനിയത്തി മരിച്ചുപോയി, അതിന്റെ കുട്ടികളെ ഞാനാണ് വളർത്തിയത്, അവരെ കാര്യങ്ങളെല്ലാം ഞാനാണ് നോക്കുന്നത്. എല്ലാം ആർക്കും ഒരു സഹായമുള്ള തള്ളയാണ് ഞാൻ. എന്റെ മക്കളാണ്, മറ്റൊരു അനിയത്തിന്റെ മക്കളാണ്, അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരു അമ്മയല്ല ഞാൻ. എല്ലാരും അദ്ദേഹത്തിന് ജയിക്കണ്ടേ, ജയിക്കണമല്ലോ. ഇതിലും ജയം പരാജയം എന്നുള്ളതല്ല നോക്കേണ്ട കാര്യം. ജയം പരാജയം എന്നുള്ള ഒരു പ്രശ്നമൊന്നുമില്ല ഇവിടെ. അല്ല, ഭർത്താവിന്റെ നോക്ക് അതേപോലെ തന്നെ ഭാര്യയുടെ മുഖത്ത് നോക്കിയും പറയാൻ ഒരു രീതിയുണ്ട്. പക്ഷെ ഞാൻ ആ രീതിയിൽ പറഞ്ഞിട്ടില്ല. അല്ല, അവരും പറയുന്നു നീ ഇറങ്ങിപ്പോ, നീ മേഡം ഞാൻ പറഞ്ഞെന്ന് തന്നെ പറയണം. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ 26-ാമത്തെ ദിവസം എന്റെ വീട്ടിൽ കയറി വരണം. മേഡം ഒന്ന് ആലോചിച്ചു. 26-ാമത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ജോലിക്ക് പോയ ഞാനാണ്. ജോലിക്ക് പോയി നേരം വെളുത്ത് ഇദ്ദേഹത്തിന് കാപ്പിയും കൊടുത്ത് നല്ല രീതിയിൽ സന്തോഷമായിട്ട് നേരം വെളുത്ത് ഞാൻ ജോലിക്ക് പോയിട്ട് തിരിച്ച് എന്റെ വീട്ടിൽ വരുമ്പോൾ ഭർത്താവില്ല. അടുത്ത വീട്ടിൽ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ് വെള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയെന്ന്. ആ നിമിഷം ഞാൻ മൊബൈൽ എടുത്ത് വിളിച്ചപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ്. തിരിച്ച് വരുന്നത് വരെ ആ ഫോൺ ഓൺ ആക്കിയിട്ടില്ല. അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ മേഡം, അവരെ വീട്ടിലായിക്കോട്ടെ. 26-ാം ദിവസം തിരിച്ചു വന്നപ്പം ഞാൻ ഏതൊരു പെമ്പിള്ളരും അത് സൈലന്റ് ആയിട്ടിരിക്കൂല. അതുപോലെ ഞാനും പറഞ്ഞതേ ഉള്ളൂ. വന്നപ്പോ ഞാൻ പറഞ്ഞു, ഇങ്ങനെ വരുന്ന ഒരു ഭർത്താവിനെ എനിക്ക് ആവശ്യമില്ല. എന്റെ കുട്ടികളെ നോക്കാൻ സംരക്ഷിക്കാനുള്ള ഒരു ഭർത്താവിനെയാണ് എനിക്ക് ആവശ്യം. അതല്ലാതെ 10-25 ദിവസം കഴിഞ്ഞ് പോയിട്ട് വീണ്ടും എന്റെ വീട്ടിൽ വരുമ്പോഴേ ഇത് സത്രമല്ല എന്ന് പറഞ്ഞു വിട്ടത് തന്നെയാണ്. ശബരിമലയിൽ 3 മാസം അവിടെ പോയി നിന്നിട്ടുള്ള, അല്ലാതെ ശബരിമല നിൽക്കാൻ പോകുമ്പോ എനിക്കറിയാം എന്റെ അപ്പച്ചിര മോളെ ഭർത്താവിന്റെ കൂടെയാണ് ജോലിക്ക് പോകണം. അത് എനിക്ക് ഉറപ്പുണ്ട് അവിടെയാണെന്ന്. അല്ലാതെ 10-30 ഒരാൾക്ക് ഒരു ഫോൺ എന്തൊരാവശ്യത്തിനാണ് മേഡം? നമ്മളൊരു വീട്ടിൽ, നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് പോകുമ്പോ ആ ഭാര്യയോ മക്കളെ കാര്യങ്ങൾ അന്വേഷിക്കാൻ, നമ്മളെ ജീവിതത്തെ കുറിച്ച് അന്വേഷിക്കാൻ, അങ്ങനെയുള്ള ഒരാൾ ഒരു ഫോൺ അതിനു വേണ്ടിയാണ് നമുക്ക് നല്ലതിനും അഴുക്കതിനും കൊള്ളാം. സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നത് ഏത് സമയം ഇതാണ്. എന്റെ വീട്ടിൽ വന്നാൽ ഓണാക്കും, എന്റെ വീട്ടിൽ വന്നാൽ അവരെ വിളിക്കും. അതിൽ എനിക്ക് ഞാൻ എന്ന് വെച്ചാൽ വിളിക്കുന്നത് ഒളിച്ചാണ് വിളിക്കുന്നത്. എനിക്ക് ഇദ്ദേഹത്തിന്റെ ഫോണിൽ അവരെ ഒരു കോള് വരുന്നത് പോലും ഇഷ്ടമല്ലാത്ത ഞാനാണ്. ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യം. 26 ദിവസം കഴിഞ്ഞു വന്നു, 10 ദിവസം വരെ മാറി നിൽക്കാറുണ്ട് സമ്മതിച്ചത്. അല്ല മേഡം, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടേ, ഇദ്ദേഹമാണ് വീട്ടിലുണ്ട്. ഞാൻ എന്നെ വേറെ ഒരു കല്യാണം കഴിച്ച്, ആദ്യം കല്യാണം കഴിച്ച് മക്കളുണ്ട്. ഇദ്ദേഹം ആ വീട്ടിൽ, ഇയാളെ വീട്ടിലുണ്ട്. ഞാൻ നേരം എടുത്ത് പോയിട്ട് ഞാൻ 10-25 ദിവസം കഴിഞ്ഞ് എന്റെ വീട്ടിൽ വന്നാൽ ഇദ്ദേഹം എന്നെ അംഗീകരിക്കുമോ? അതേ ഞാൻ ചോദിക്കണോളൂ. പെണ്ണുങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ പാടില്ല, അവർക്ക് ചെയ്യാമെന്നുള്ള ധാരണ. 10-25 ദിവസം എന്നല്ല, ഒരാഴ്ച ആയാലും ഒരു ദിവസം ആയാലും ഒരു മണിക്കൂർ നമ്മൾ കഴിഞ്ഞ് നമ്മളെ വീട്ടിൽ വന്നാൽ ഇവര് വിളിച്ച് ചോദിക്കൂല എവിടെയാണ് എന്താണെന്ന് ചോദിക്കാം. പക്ഷെ ഈ ഭർത്താവ് ചോദിക്കൂല. ഞാൻ എവിടെ പോയാലും ഞാൻ ഏത് കാര്യത്തിനും ഞാൻ തനിച്ചാണ് പോണത്. ഏത് കാര്യത്തിനും തനിച്ച് മാത്രമേ ഞാൻ പോയി എൻ്റെ കൂടെ ഒരു കാര്യങ്ങൾക്ക് വരാറില്ല. ഇദ്ദേഹത്തിന് ഒരു കാര്യത്തിനും ഞാൻ ബുദ്ധിമുട്ടിക്കാറുമില്ല. ഏത് കാര്യത്തിനും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഏത് കാര്യവും ഞാൻ ചെയ്യണം. എൻ്റെ കുടുംബം ഞാൻ തന്നെ പൈസ കൊണ്ട് തരും. കുടുംബം നോക്കുന്ന ഞാൻ ഒരാളാണ്. എനിക്ക് ജീവിക്കാൻ തന്റെ കേസ് കൊടുക്കാനും ഇറങ്ങാനും തർക്കങ്ങളൊന്നും പ്രത്യേകിച്ചില്ല. അതായത് അവര് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചോദിച്ചപ്പോ ഇവര് പറഞ്ഞു, ഇല്ല ഞാൻ ആദ്യത്തെ ഭാര്യയുടെ കൂടെ പോവാനാണ് ഇഷ്ടപ്പെടുന്നത്, ഇവരെ വേണ്ടാന്ന് പറഞ്ഞു. കാരണം എന്തോ ആയിക്കോട്ടെ, അത് ഇഷ്ടപ്പെടുന്നു. പുറകിലേക്ക് പോകേണ്ട കുറ്റം അവര് ചെയ്തതിന്റെ കുറ്റം തന്നെ ആവാം. പക്ഷെ അവരുടെ നിലപാട് അവർ പറഞ്ഞതിന് ഇനി എനിക്ക് അങ്ങനെ ഒരു ഭർത്താവിനെ വേണ്ട, അപ്പൊ പിന്നെ അങ്ങനെയാണെങ്കിൽ ആളുടെ കൂടെ പോയിക്കോട്ടെ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ വരാനുള്ളത് ഈ അമ്മയെ വിളിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ മക്കൾക്കുള്ള ചെലവിൻ്റെ കാര്യം. അതാണ് ഇനി നമുക്ക് നിശ്ചയിക്കാനുള്ളത്. കാരണം ഇവർക്ക് വേണ്ടാന്ന് പറഞ്ഞു, അയാൾ ആദ്യത്തെ ഭാര്യയാണ് പ്രിഫർ ചെയ്യണതും. അപ്പോൾ പിന്നെ അതിന് പ്രശ്നമില്ല. മേഡം, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല.
പക്ഷേ എൻ്റെ മോളെ കാര്യം അവരെ രണ്ടുപേരെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, ഞാൻ അതിലൊന്നിലും ഇടപെടില്ല. ഞാനിതൊന്നും എൻ്റെ മക്കളെ ജീവിക്കല്ലേ, അടിച്ചു കളയാ, എനിക്കതിനുള്ള ഇതില്ല. എനിക്ക് അവരെ നോക്കാനോ. ഇവർക്ക് എത്ര വയസ്സായി അമ്മക്ക്? എനിക്ക് 58 വയസ്സായി. ജോലിക്ക് പോകുന്നുണ്ടല്ലോ? ഞാൻ ഈ ആശുപത്രി കേസ്, പ്രസവ കേസ് അങ്ങനെയൊക്കെ പോകുമായിരുന്നു. ഇടയ്ക്ക് ഇപ്പൊ ഞാൻ ഒന്നിനും പോകാനില്ല. ഈ കുട്ടികൾ തന്നെയുള്ള ഇതിനൊക്കെ വിട്ടെറിഞ്ഞിട്ട് ഞാൻ കൊടുക്കും, ഈ മരുമക്കൾക്കും കൊടുക്കും, എല്ലാവർക്കും. ഈ മരുമക്കളെടുത്ത് അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല. എന്റെ മക്കളെ പോലെയാണ് ഞാൻ ഇപ്പൊ തലമറന്ന് പറയുന്നുണ്ട്. മക്കളില്ലേ? അനിയത്തിക്ക് 2 മക്കളുണ്ട്. 2 പെൺമക്കളാണ്. അവളെ പിന്നെ ഒരു അനിയത്തി മരിച്ചുപോയി, അതിന്റെ കുട്ടികളെ ഞാനാണ് വളർത്തിയത്. അവരെ കാര്യങ്ങളെല്ലാം ഞാനാണ് നോക്കുന്നത്. എല്ലാം ആർക്കും ഒരു സഹായമുള്ള തള്ളയാണ് ഞാൻ. എന്റെ മക്കളാണ്, മറ്റൊരു അനിയത്തിന്റെ മക്കളാണ്, അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരു അമ്മയായി ഞാൻ. എല്ലാവരും അദ്ദേഹത്തിന് ജയിക്കണ്ടേ, ജയിക്കണമല്ലോ. ജയം പരാജയം എന്നുള്ളതല്ല, ജയം പരാജയം എന്നുള്ള ഒരു പ്രശ്നമൊന്നുമില്ല ഇവിടെ. ഇവിടെ ആകപ്പാടെ നിലപാടുകൾ വളരെ വ്യക്തമായിട്ട് നയം വ്യക്തമാക്കിയിരിക്കുന്നു രണ്ടുപേരും. പിന്നെ ഇപ്പൊ അതിൽ തർക്കങ്ങളൊന്നുമില്ല. അവര് 20-18 വയസ്സായിട്ടുള്ള ചെറിയ കുട്ടികളല്ല, അവർക്ക് ന്യായങ്ങൾ പറഞ്ഞു കൊടുക്കാനും ചെയ്യാനും. ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാണ് ഉറച്ച ഒരു തീരുമാനം എടുത്തത്. പറഞ്ഞാൽ അവരെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം. ഇല്ലെങ്കിൽ എടുക്കില്ല. എനിക്ക് ഒരുപാട് മനസ്സലിവുള്ളവനാണ്. പക്ഷേ ഇവരെ പ്രവൃത്തി ദോഷം കൊണ്ട് എന്നെ 3 പ്രാവശ്യം 3 സ്ഥലത്തായിട്ട് കയറ്റി ഇറക്കി. ഒന്ന് ഇവിടെ, ഒന്ന് 2 പ്രാവശ്യം സ്റ്റേഷനിൽ. അപ്പൊ ആ ഭാര്യക്ക് ഇനി എന്റെ കൈ കൊണ്ട് വില ഇത് കൊടുത്തുകൂടാ. എനിക്ക് തരണ്ട, ഞാൻ പ്രകാശിന് ഒന്നും കൊടുക്കണ്ട, അവൾക്ക് കൊടുക്കണ്ട. എനിക്ക് പ്രകാശിന്റെ മക്കൾക്ക് കൊടുക്കണ്ട. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. പ്രകാശിന് ഊണ് കഴിക്കുന്ന ഹോട്ടലിൽ നിന്നല്ലേ? ആ, ഒരു ഊണിന് എന്ത് വില വരും? 35 രൂപ ചുരുങ്ങി ഭക്ഷണം കൊടുക്കണം. കോഫി ഹൗസിൽ പോയാലും 35 കിട്ടിയല്ല. 35 രൂപയ്ക്ക് എവിടുന്ന സാർ ഒന്ന് പറഞ്ഞു തന്നെ, ഞാൻ പോയി ഊണ്. എന്റെ നാട്ടിൽ 35 രൂപയുള്ളൂ. ഊണിന് വേണം 35 രൂപ ഒരു ദിവസത്തെ, അല്ലേ? ഒരു നേരത്തെ. പിന്നെ രാവിലെ വല്ല കാപ്പിയോ ഒരു വടയോ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ? വേണം. അപ്പൊ എല്ലാം കൂടി ചുരുങ്ങിയത് ഒരു ദിവസം 100 രൂപ ഒരാൾക്ക് ചിലവല്ലേ പ്രകാശ? അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വളരെ ചെലവ് എനിക്ക് ജീവിക്കുന്നവനാ. എനിക്ക് 150 രൂപ ചിലവാകും. നമ്മളുടെ കണക്കെടുക്കണ്ട, അപ്പൊ എന്ത് ചെലവ് വരും ഒരു ദിവസം? പ്രകാശിന് എന്ത് ചെലവ് വരുന്നുണ്ട് ഹോട്ടലിൽ കൊടുക്കാൻ? ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിക്കാറില്ല. ഞാൻ ഒരു സാധനം ഹോട്ടലിൽ നിന്ന് കഴിക്കില്ല. ഊണ് കഴിക്കാറില്ല. രാവിലെ വൈകിട്ടും ചായ കുടിക്കും, അത്രേ കഴിക്കാറുള്ളൂ. അല്ല, രാവിലെ കാപ്പി പലഹാരം ഇല്ലേ, എന്തെങ്കിലും കഴിക്കും? വീട്ടിൽ നിന്ന് കഴിച്ചോണ്ട്. അല്ല, വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും കഴിക്കില്ലേ? ഉച്ചക്ക് ഊണ്, നടുവിലൊരു ചായ, കാലി ചായ ആയാലും ഒരു വടയായാലും ഒരു കടിയാണെങ്കിലും. പിന്നെ പണിക്ക് പോയാൽ തന്നെ ഞാൻ പൈസ കൊടുക്കാറില്ല. കണ്ട്രാക്കാണ് നമുക്ക് ആഹാരമെല്ലാം മതി. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടെ എത്ര സമർത്ഥനാണ് പ്രകാശൻ. ഭാര്യയ്ക്ക് കൊടുക്കണ്ട, നിങ്ങൾ ബാധ്യസ്ഥനല്ല ഭാര്യയ്ക്ക് കൊടുക്കാൻ. കാരണം ഇത് നിങ്ങളുടെ നിയമപരമായിട്ടുള്ള ഭാര്യ അല്ല. പക്ഷെ 2 മക്കൾക്കും നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾ എത്ര കൊടുക്കാൻ തയ്യാറാണ് മക്കൾക്ക്? ഒരാൾക്ക് എത്ര കൊടുക്കും? അത് പ്രകാശം തീരുമാനിക്കട്ടെ. എല്ലാം കണക്കിൽ, എല്ലാ കാര്യം ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതും ഒക്കെ ജഡ്ജ് അദ്ദേഹം പറഞ്ഞതും എല്ലാം കൂടെ കണക്കിലെടുത്ത് ഞാൻ 2 പേർക്കും കൂടെ 3000 രൂപ കൊടുക്കും മാസം. അത് തീരെ കുറഞ്ഞു പോയി. ഞാൻ പറഞ്ഞില്ലേ, അതിൽ കൂടുതലൊന്നും 1000 രൂപ ജോലി ദിവസം ചെയ്യുന്ന ആളാണ്. ദിവസം ചെയ്യാൻ പണി ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും കിട്ടിയെന്ന് വരും. എല്ലാ ദിവസവും അല്ല ബിന്ദു, നിങ്ങൾ എത്ര ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്ന എനിക്ക് മാസം 2 പേർക്കും കൂടെ 5000 രൂപ തരണം. അതിൽ കൂടുതൽ എനിക്ക് ഞാൻ ചോദിക്കുന്നില്ല. 5000 രൂപ എന്ന് പറഞ്ഞാൽ എൻ്റെ 2 മക്കളും ട്യൂട്ടോറിയൽ പഠിക്കുന്നു. ട്യൂട്ടോറിയൽ ഫീസ് മോന് മാത്രം 350 രൂപയാണ്. അപ്പോൾ 2 പേരെയും കൂടെ ആകുമ്പോൾ 700 രൂപ മാസം ട്യൂട്ടോറിയൽ ഫീസാകും. പിന്നെ പഠിക്കാൻ, പിന്നെ ബാക്കി അവർക്ക് ചിലവും കാര്യങ്ങളും ഇതെല്ലാം. എനിക്ക് തുച്ഛമായ പൈസ വീട് എൻ്റെ പേരിലാണ്, പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീട്. അതുള്ളത് കൊണ്ട് എന്നെ അടിച്ചിറക്കല്ല, മൂത്ത ഭാര്യയും മക്കളും ഇദ്ദേഹവും കൂടെ. അതുകൊണ്ട് എനിക്ക് കയറി കിടക്കാം, ആ ഒരു ധൈര്യം എനിക്കുണ്ട്. കിടക്കാളം കൂടെ ഇല്ലായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഈ കുട്ടി ചോദിച്ചത് ഒരുപാട് വലിയ ഒരു എമൗണ്ട് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇയാളുടെയും കൂടെ പ്രശ്നം നമ്മൾ കണക്കിലെടുത്തിട്ട് നോക്കുകയാണെങ്കിൽ അയാൾക്ക് 2 കുട്ടികൾ വേറെ നോക്കണമല്ലോ, അതുകൊണ്ടല്ലോ. അതെല്ലാം കൂടെ നോക്കുമ്പോൾ ഞാൻ പറയട്ടെ പ്രകാശ്, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. അതും വേണ്ട ഇതും വേണ്ട, നമുക്ക് നടുവിൽ വെച്ചങ്ങ് മുറിക്കാം, ഒരു 4. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത TV, ഇടഗ്രാമം, കരുമം PO, തിരുവനന്തപുരം 2.
ഇമെയിൽ ജീവിതം@amritatv.com.